ഞങ്ങൾ മധുര അമ്പലത്തിലേക്ക് പോകുന്ന വൈതാ മൂപ്പര് ഞങ്ങളെ പിന്നാലെ ഓണടിച്ച് വന്ന് എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി 500 രൂപ ഞങ്ങൾക്ക് തന്ന്. പക്ഷെ ഞങ്ങൾ വേങ്ങിയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകണേ ഞങ്ങൾ കൂടെ തരാറുണ്ട്. പക്ഷെ പൈസ ഞങ്ങൾക്ക് വേണ്ടായിരുന്നു. പക്ഷെ മൂപ്പര് പോവാണ്. എന്നാൽ പെട്രോളെങ്കിലും അടിക്കുന്ന പറഞ്ഞാൽ മൂപ്പര് പൈസ തരാണ്. പക്ഷെ നമ്മൾ വാങ്ങിക്കുന്നില്ല. ഫുഡ് കഴിക്കാൻ നമ്മളെ കൂടെ വരികയാണെങ്കിൽ നമ്മൾ പോയി ഫുഡ് കഴിക്കും. ഇവിടെ എനിക്കിതാ മൂപ്പര് ഒരു നിലക്ക് ഞങ്ങളെ വിടുന്നില്ല. എന്തെങ്കിലും ഒന്ന് വേണം എന്നാണ് എടുക്കണം. പക്ഷെ ഹോട്ടലിൽ കയറാൻ മൂപ്പർക്ക് സമയമില്ല. അപ്പോൾ മൂപ്പര് എന്നാൽ ഫ്രൂട്ട്സ് എങ്കിലും വേങ്ങുന്നത് പ്ലംസ് വേങ്ങി തരണ്ട നമുക്ക്. ഇതാണ് ഇല്ല നമ്മൾ വേണ്ട പോവാണ് തന്നിട്ട് അവർ സമ്മതിക്കുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും വേണം എന്നിട്ട് പിന്നാലെ അടക്കുക. കാരണം നമ്മൾ പ്ലംസ് വാങ്ങിക്കാൻ വിചാരിച്ചു. ഇതിവിടുത്തെ ഒരു വലിയ മാർക്കറ്റാണ്. റോഡ് സൈഡിലെ തെരുവ് കച്ചവടങ്ങളാണ്. ഫ്രൂട്ട്സാണ് കൂടുതൽ കച്ചവടം. മാങ്ങൻ്റെ ഒക്കെ വലുപ്പം നോക്കണി. വില്ലേജ് വൈബ്സിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മധുരയിലാണ്. മധുരയിലെ മീനാക്ഷി അമ്മൻ കോവിൽ കാണാൻ വേണ്ടി പോകുന്ന നിൽക്കുക നമ്മൾ. അപ്പോൾ ഒരു മാർക്കറ്റിലൂടെ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ മാർക്കറ്റിൻ്റെ അടിപൊളി കാഴ്ചകളുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിർത്തിയതാണ്. അപ്പോൾ പോകുന്നടിയിലാണ് നമ്മൾ ആ ഏട്ടനെ പരിചയപ്പെട്ടത്. നമുക്ക് 500 രൂപ മൂപ്പര് തന്നിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കുന്നതാണ്. പക്ഷെ നമ്മൾ വേഗിയില്ല. ഞങ്ങൾ പെട്രോളെങ്കിലും അടിക്കുന്നതായിരുന്നു. പക്ഷെ നമ്മൾ അതും വേണ്ടാന്ന് പറഞ്ഞു. മൂപ്പര് വരികയാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷെ മൂപ്പർക്ക് സമയമില്ല. അങ്ങനെ ലാസ്റ്റ് മൂപ്പര് കുറച്ച് ഫ്രൂട്ട്സ് എങ്കിലും വേഗി തന്നിട്ട് ആപ്പിളും പ്ലംസൊക്കെ നമുക്ക് വേഗം തന്നിട്ടാണ് മൂപ്പര് പോയത്. അപ്പോൾ ഇവിടെ നമ്മൾ മീനാക്ഷി അമ്മ കോവിൽ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കാഴ്ചകൾ കണ്ട് അങ്ങനെ പോവാം. ഇന്നലെ രാത്രി ഒന്നും ഈ റോട്ടിലേക്ക് വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റില്ല. അത്രയും തിരക്കരുത്. ഇന്ന് രാവിലെ ആയതുകൊണ്ട് കുറച്ചൊരു തിരക്ക് കുറവുണ്ട് ഇവിടെ അല്ലേ? നമ്മൾ കോവിൽക്കുള്ള ലൊക്കേഷൻ ഇട്ടുന്നതായിട്ട് ഗൂഗിൾ മാപ്പ് കൊടുത്താണ് ഈ മാർക്കറ്റിൽ കൂടി. ഒരു നല്ല ടൈം പാസ് ഉള്ളൊരു മാർക്കറ്റായിട്ടത്. ഇവിടെ നിന്ന് എങ്ങനെ സമയം പോകണമെന്ന് അറിയില്ല. നമുക്ക് നേരല്ലേ ഇന്നലത്തെ നമുക്കൊന്ന് ടെൻ്റ് അടിക്കണ വീഡിയോ ഒക്കെ ചെയ്യാം. വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റാത്തത് അവിടെ നിന്ന് സേഫ് അല്ല ആ സ്ഥലം. കാരണം ഒരാൾ ഇത് സാധനം നോക്കാൻ നിൽക്കണം. കാരണം അത്രയും ആൾ അവർ തന്നെ നമ്മളെ പമ്പിലുള്ള അവർ തന്നെ പറഞ്ഞാണ് സാധനങ്ങൾ നല്ല മോഷണം പോകും ശ്രദ്ധിച്ചോളിന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കാജ കുളിക്കാൻ പോകുമ്പോൾ ഞാൻ ഇവിടെ നോക്കിക്കണം. ഞാൻ കുളിക്കാൻ പോകുമ്പോൾ കാജ നോക്കിക്കണം. ആ സമയത്ത് ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത്. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും ആളുണ്ടായിരുന്നില്ല. അതാണ് സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ കർണാടകം കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുള്ള ക്യാമ്പിങ്ങിൻ്റെ വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ മധുര മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് ബൈക്ക് എങ്ങനെ എന്നാ അവിടെ ബൈക്ക് ഉണ്ടല്ലോ അണ്ണ. അങ്ങനെ അങ്ങോട്ട് ബൈക്ക് കൊണ്ടുപോകും. ഓക്കെ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി പോകുന്നു. പക്ഷെ അമ്പലത്തിൻ്റെ അകത്ത് ക്യാമറ അലൗഡ് അല്ല. നമ്മൾ ഒരിക്കലെങ്കിലും ഒന്ന് കാണേണ്ട ഒരു സംഭവമാണ് ഈ മധുര മീനാക്ഷി അമ്പലം ക്ഷേത്രം എന്ന് പറഞ്ഞത്. കാരണം കരിങ്കല്ലുകൾ കൊണ്ട് ഒരു സംഭവമാണ് ഇവിടെ പുറത്തിപ്പോൾ നല്ല ചൂട്. അതിൻ്റെ അകത്ത് നല്ല തണുപ്പാണ്. കരിങ്കല്ലിൻ്റെ പ്രത്യേകത ആവും നമ്മൾ വിചാരിക്കുന്നത്. അത്രയും നല്ലൊരു സംഭവം. നമ്മൾ നേരിൽ ഒരിട്ടെങ്കിലും വന്ന് ഈ മധുര ഭാഗത്തേക്ക് വരാൻ നിർബന്ധമായിട്ടും നമ്മൾ ഈ മീനാക്ഷി ക്ഷേത്രം ഒന്ന് കാണണം. ക്യാമറ ഉള്ളിൽ അലൗഡല്ല. ക്യാമറ അലൗഡല്ല ഉണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് കയറ്റാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എടുക്കാനും പറ്റിയില്ല. പക്ഷെ വന്ന് കാണണം, അടിപൊളിയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ശിവകാശിയാണ് പോകുന്നത്. ശിവകാശി ബംഗാശി അതിൻ്റെ അടിയിൽ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അങ്ങനെ പതുക്കെ അങ്ങനെ യാത്ര തുടരാം. ഇപ്പോൾ നമുക്ക് അവിടെ സാറുമാർ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ ആ ഗോപുരത്തിൻ്റെ ആ നടുവിൽ ഒരു വണ്ടി പോലും അവിടെ നിർത്താനായിക്കണില്ല. നമ്മളെ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കട്ടെ സമ്മതിച്ച് ഒരു നിർത്തി. ഒരുപാട് നേരം ഒരു സംസാരിച്ച് നമ്മളെ യാത്രനെ പറ്റിയിട്ട് ഈ പോണത് വൺ വേണം. ഇങ്ങോട്ട് വരാൻ പാടില്ല, നിങ്ങളിങ്ങനെ പോയിക്കോളിന്ന് പറഞ്ഞു. ഇതാണ് നമുക്ക് കിട്ടിയ സപ്പോർട്ട് തമിഴ്നാട്ടിൽ നിന്ന്.
ഇവിടെ റേറ്റ് അല്ലേ പറഞ്ഞേ ശിവകാശി? ഈ ചെന്നൈ കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒരു നഗരം എന്ന് പറയാം ഈ മധുര. അത്രയും വാഹനങ്ങളും അത്രയും വലിയ ടൗണാണ് തമിഴ്നാട്ടിൽ തന്നെ. രണ്ടാമത്തെ ടൗൺ എന്ന് പറയേണ്ടി വരും. ബൈക്കും കാറൊക്കെ ബൈക്കും ഓട്ടോയൊക്കെ എവിടുന്ന വരുന്നത് നമ്മൾ നേരക്കുന്ന റൈഡിട്ടില്ല. അതിനനുസരിച്ചിട്ട് ആളുകൾ റോഡ് മുറിച്ച് കിടക്കൽ. നമ്മൾ നേരത്തെ അവിടെ ബ്ലോക്കായി വണ്ടി നിർത്തിയിട്ടായിരുന്നു. അതിൻ്റെ മുന്നോട്ട് കൂടുതൽ ബൈക്കാരൻ പിന്നെ തട്ടി ഒക്കെ തട്ടണത് ബോക്സുമ്മ കൂടുതലാണ് തട്ടിക്കണത്. വണ്ടി കെട്ടാണ് പ്രശ്നമില്ല, ബോക്സിൻ്റെ നെട്ട് ബോൾട്ട് പെട്ടെന്ന് പൊട്ടുവരും. അങ്ങനെ നമ്മൾ മധുരയിൽ നിന്ന് ഏകദേശം 10-25 കിലോമീറ്റർ ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ശിവകാശി പോകുന്ന റൂട്ടിലാണ്. ചായ കുടിച്ചിട്ടില്ല, ചായ കുടിക്കണം. വണ്ടിയിൽ എണ്ണ ഇല്ല, എണ്ണ അടിക്കണം. ഒരു ചെറിയ ചായ ഷോപ്പ് ഉണ്ട്, അപ്പോൾ ഇവിടെ നിർത്തിയാണ്. കാലാവസ്ഥ എന്താ പാട് ഇവിടുത്തെ? ഇവിടെ ഇങ്ങനെ വെയിൽ വല്ലാതെ കാണില്ല, പക്ഷെ ഭയങ്കര പുയ്ക്കം. നമ്മളെ ഗൾഫിലെ പുയ്ക്കന്മാരുള്ള പുയ്ക്ക ശരീരത്തിന് ഭയങ്കര ക്ഷീണം ഈ കാലാവസ്ഥ. അപ്പോൾ അതാ ദോശ നമ്മൾ പറഞ്ഞത് ഇവിടുന്ന് കഴിക്കണം. വലിയ ബുദ്ധിയൊന്നും പോരാ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് വണ്ടിയിൽ എണ്ണ അടിച്ച് ഇവിടുന്ന് പോവുകയാണ്. അത്യാവശ്യം നല്ല ചൂടുണ്ട് കാലാവസ്ഥ. അതിൻ്റെ ഇടയിൽ കൂടി ചെറിയൊരു ചാറ്റൽ മഴ വന്ന് കാലാവസ്ഥ ചൂടായിക്കൊണ്ടേ പക്ഷെ ആ ചാറ്റൽ മഴ പെട്ടെന്ന് പോയി ചെയ്ത്. ഇവിടെ തെങ്കാശിക്ക് 148 കിലോമീറ്റർ ഉണ്ട്. ശിവകാശി എത്ര 44 അങ്ങനെ എന്തോ ഉള്ളൂ. സമയം 11:45. റോഡ് നല്ല റോഡാണ്, പക്ഷേ നമുക്ക് ഉൾപ്രദേശമാണെങ്കിൽ നല്ല തണൽ കിട്ടുമായിരുന്നു. ഇവിടെ ആ തണലില്ല. നല്ല കക്കരിക്ക ഉണ്ട് ഇവിടെ വെക്കണേ. കക്കരിക്ക കരിമ്പ് ജ്യൂസ് എന്താ കഴിക്കേണ്ടി എന്നുള്ളതാണ്. കക്കരിക്കാണ് ഈ ചൂടിന് നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഇവിടുന്ന് കക്കരിക്ക കഴിച്ച് പോവുകയാണ്. ആളെ തളർത്തുന്ന ചൂടാണിത്. ഇത് ഒന്നാമത് എന്താ പറഞ്ഞാൽ മധുരയിൽ രാവിലെ ചെറിയ മഴ ഉണ്ടായിരുന്നു, പിന്നെ വെയിലായി. ഇപ്പോൾ ഇവിടെ നല്ല വെയിലായി. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ചാറ്റൽ മഴ വന്ന്. ചാറ്റൽ മഴ വെച്ചിട്ട് കാലാവസ്ഥയ്ക്ക് ഒരു തണുപ്പുമില്ല. ഇനി ഇവിടുത്തെ ശിവകാശി ചൂട് തന്നെ ആവും. ശിവകാശിയുടെ വലിയ പടക്കമൊക്കെ നിർമ്മിക്കുന്ന സ്ഥലം. തെങ്കാശി മഴയാണ് തോന്നുന്നുണ്ട്. ഒരു ദിവസം തന്നെ പല കാലാവസ്ഥ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്. അത് ബോഡിക്ക് കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ഉന്മേഷമൊന്നും ഇല്ലാത്ത ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. നമ്മളങ്ങനെ പടക്കം നിർമ്മിക്കണത് കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ മറ്റേ പ്ലാസ്റ്റിക് കച്ചറ കൂടി കൊടുത്തിട്ട് ആറാട്ടാണ് ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ. ഇതന്നെയാണോ നേരക്കാ? ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ട് ഇത് ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ആകെ വൃത്തികേടാക്കിയൊരു സ്ഥലം അല്ലേ? ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ട് കാജ അവിടെ എത്തിയപ്പോൾ ഈ റേറ്റ് പറഞ്ഞു. റേറ്റ് കൂടെ റോഡ് നോക്കാനുണ്ടോന്ന്. ഇനി നടന്നു പോകാനൊക്കെ ഇത് നിറഞ്ഞിട്ട് അവിടെ ഒരു കമ്പനി കാണുന്നുണ്ടാ നോക്കാം. ഒരു പടക്കം ഇങ്ങനത്തെ സ്ഥലത്തേ ഉണ്ടാക്കുള്ളൂ. എന്താ ഇങ്ങനെ വഴിയൊന്നുമില്ല.
ഞങ്ങൾക്ക് രണ്ടാൾക്ക് പിരാന്തി അല്ല എന്താ നമുക്ക് പിരാന്തി നട്ടുവച്ച നേരത്ത് പടക്ക കമ്പനി വരണത് ഇവിടെ കൊടുത്തിട്ട് ഇപ്പം നമ്മൾ തല പിന്നീട് ജാതി ചൂട് ഇവിടെ. ஃபேக்ட்ரி எங்கே இருக்குடா? கிராக்கர்ஸ் ஃபேக்ட்ரி படக்கம் இருக்குல்ல, என்னது ஃபயர் ஒர்க்கிൻ്റെ ஃபேக்ட்ரி எங்கே இருக்கு? அது மெயின் ரோட்ல இருக்கும். ഇവിടെ ഇല്ല. இங்கே மெயின் ரோட்ல காலேஜ் ஃபயர் ஹவுஸ்னு ஒன்று போட்டிருக்கோம். അവൻ തീപിടുത്തത്തിൻ്റെ ആണ് ഉദ്ദേശിക്കുന്നത്, അതല്ല. അതല്ലടാ ஃபயர் ஒர்க்குங்களா? டு டு புட்டும் அதான் வெடி அந்த மாதிரி. அதான் அந்த இடத்துல தான் வெடி எல்லாமே தயாரிப்பாங்க. என்ன ഇവിടെ ஒன்றும் இல்லையா? இல்லைன்னா இங்கே ஒரு சீனி வெடி மட்டும் அந்த குழாய் கம்பெனி எங்கே சீனி வெடி மாரி கற்று தயாரிப்பாங்க. எங்கே? இந்த இடத்துல அந்த ஒரு பாப்பா நிற்கிது. ஏன்? அதா அந்த மாதிரி அந்த இடத்துல ஒரு தயாரிப்பாங்க சீனி வெடி காயெல்லாம் போடுவாங்க. ഓക്കെ ഓക്കെ ഈ ഫയർ വർക്കിൻ്റെ ഷോപ്പ് എവിടെ? ഫയർ വർക്കില്ല, ഈ ക്രാക്കേഴ്സിൻ്റെ ആ ഫയർ വർക്കിൻ്റെ ഫയർ വർക്ക് ഫാക്ടറി. ഫയർ വർക്ക് പടക്കില്ലേ, ഗുണ്ട് ಅದಕ್ಕೆ ಫ್ಯಾಕ್ಟ್ರಿ. ആ പടക്കത്തിന് ഫയറാണെങ്കിൽ അതൊക്കെ കാഴ്ച പറഞ്ഞിട്ട് ലാസ്റ്റ് വെടിയാണ് അവർക്ക് തിരിയത്. ഇവിടെ അയാൾ പറഞ്ഞേ ഇത് മതി പടക്കം, നമ്മൾ ചോറ് നിന്നാണ് തെങ്കാശി പോവാ. തെങ്കാശി അല്ല മഴയാണ്. നാലപ്പുറം എന്ന് എല്ലാവരും പറഞ്ഞു. നാലപ്പുറം എന്ത് ഇത് അതാവും തോന്നുന്നുണ്ട്. ഇത് അതിനുള്ളിൽ ഗേറ്റാ, ഇതാ തോന്നുന്നു അതിക്കുള്ള ഗേറ്റ്. ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ടിക്കുള്ള ഗേറ്റാണത്, ആ ഗേറ്റ്. നമ്മളിവിടുന്ന് പോവുക, പടക്കം പൊട്ടുമ്പോൾ കാണാം. നമ്മളിതാ അവിടുന്നൊക്കെ പോകുന്നത് ഗൂഗിൾ മാപ്പ് തെങ്കാശി പോണ റൂട്ടിട്ടാന്നാണ് ഇപ്പോൾ. എന്തിനാണ് നമുക്ക് ഇങ്ങനെ റൂട്ട് ഇങ്ങനെ എടുക്കാൻ നേരൊക്കെ തന്നെ എൻ്റെ സൈഡൊന്നും ഇരിക്കട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഉച്ച നേരത്തെ കൊണ്ടുപോയി ഞാൻ ആളെ കറക്റ്റാണ് ഈ തള്ള അമ്മച്ചി. ഏതായാലും ഒരു മെയിൻ റോഡിൽ എത്തിക്കുന്നു. ഒരു ചെറിയ പടക്ക നിർമ്മാണ കമ്പനി, വലുതല്ല ചെറുതാണ്. നമ്മളെ കോമ്പലുണ്ടാക്കുമല്ല അതിൻ്റെ മരുന്ന് നടക്കുന്ന സാധനമാണിത്. അടുത്ത് കയറാൻ പറ്റുമെന്ന് അവരോട് ചോദിച്ചു നോക്കാം. ഒരു ഷീറ്റാണ് അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതേമാതിരി ആക്കിയിരിക്കാം. നമ്മളെ മാലപ്പടക്കം ഉണ്ടാക്കാൻ മാലപ്പടക്കത്തിൻ്റെ ആ മരുന്ന് നിറക്കണ ആ സാധനമാണ് ഈ ഉണ്ടായി വരുന്നത് ഇതിൻ്റെ അകത്തുനിന്ന്. ഇവിടുത്തെ ചെറിയ കടയാണില്ലേ ഈ കാണുന്നതൊന്നും ഇവർ നിർമ്മിക്കണമല്ല കേട്ടോ. ഇവർ പുറത്തുനിന്ന് വിൽക്കാൻ വേണ്ടി കൊടുന്ന് വെച്ച സാധനങ്ങളാണ്. ഇവിടെ നിർമ്മിക്കുന്നത് മെയിനായിട്ടുള്ള നമ്മളെ പറഞ്ഞ ആ മാലപ്പടക്കാണ് ഇവർ നിർമ്മിക്കുന്നത്. അതിൻ്റെ
ഇതൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ച് കളർ സ്റ്റിക്കറൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴിയിൽ കാണാത്തൊരു കാഴ്ച കണ്ടപ്പോൾ നിർത്തിയാണ്. ഇഷ്ടികയാണ് എന്തോ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഓടുണ്ട്, ഇഷ്ടിക ഉണ്ട്. ഇഷ്ടികയാണ് അല്ലേ, ഇഷ്ടിക ഓടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. ഇത് ചൂടാക്കേണ്ടി വരും അല്ലേ. അതൊക്കെ കത്തിക്കണ തോന്നുന്നുണ്ട് അല്ലേ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം പലർക്കും തോന്നുന്നുണ്ടാവും ഇത് മതിൽ കെട്ടിയതാണ്. ഇത് മതിലല്ല, ഇത് ഇഷ്ടിക അടിയിൽ ഗ്യാപ്പാക്കി വെച്ചിട്ട് ഇങ്ങനെ അട്ടിയിട്ടതാണ്. എന്നിട്ട് അതിൻ്റെ അടിയിൽ തീ കത്തിക്കും. അപ്പോഴാണ് ഈ ഇഷ്ടിക കറക്റ്റ് ആ ബലം വെക്കുള്ളൂ. ഇതിൻ്റെ താഴെ നോക്കിയാൽ കാണാം ഗ്യാപ്പായിട്ടാണ് അട്ടിയിട്ടുള്ളത്. അതിൻ്റെ അകം ഫില്ലായിട്ടല്ലേ ഇരിക്കണേ. അപ്പോൾ മുകളിലത്തെ ഇഷ്ടികയ്ക്ക് വരെ ചൂട് കിട്ടും ഇങ്ങനെ ആകുമ്പോൾ. ഈ കാണുന്നത് ഒരു തരം മണ്ണ്, ഈ കാണുന്നത് മറ്റൊരു തരം മണ്ണ്, ഈ കാണുന്നത് മറ്റൊരു തരം മണ്ണ്. ഇങ്ങനെ ഈ 3 മണ്ണ് കൂടി മിക്സ് ആക്കിയിട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിന് ശേഷമാണ് ഇത് ഇഷ്ടികയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ 3 ഐറ്റം മണ്ണ് മിക്സ് ആക്കിയിട്ടാണ് ഇഷ്ടിക നിർമ്മിക്കുന്നതെന്ന് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ 3 ഐറ്റം മണ്ണും കൂടി മിക്സ് ആക്കിയതിന് ശേഷം വെള്ളം വെച്ച് നാളേക്ക് മണ്ണ് റെഡിയാക്കിയിട്ടാണ് ഈ കാണുന്നത്. ഇതുപോലുള്ള അച്ചിയിൽ വെച്ചിട്ട് മണ്ണ് വെച്ചിട്ട് ഇതുകൊണ്ട് അമർത്തി കൊടുക്കും. അങ്ങനെ അത് കഴിഞ്ഞാൽ അതുകൊണ്ട് വലിച്ചെടുക്കും, പിന്നെ അടുത്ത സ്ഥലത്തേക്ക് വെക്കും. അങ്ങനെ ഒരു ദിവസം 1000 കല്ല് വരെ ഉണ്ടാക്കേണ്ടതാണ്. ഒരാൾക്ക് 1000 കല്ല് വരെ ഉണ്ടാക്കും ഒരു ദിവസം. 2000 ഉണ്ടാക്കാം. 2 ഷേപ്പ് ഉണ്ട് ഇവിടെ. ഇഷ്ടിക ഉണ്ട്, പരന്നായിട്ടും ഉണ്ട്. പരന്നായിട്ട് ഇവിടെ എവിടെയെങ്കിലും എടുക്കുന്നുണ്ടാവും. ഇതാണ് ഈ അണ്ണൻ്റെ ആണിത്. പോയാലോ? ഇതിന് ഇടയിലെ ചെറിയൊരു ടൗൺ, ചെറുത്. പോകുന്ന വഴിക്ക് നല്ല മഴ പെയ്ത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി സൈഡാക്കിയാണ്. കാജൊക്കെ ഇഞ്ഞ് നനയാൻ വയ്യാന്നാണ് പറഞ്ഞത്. നമ്മളിതാ തെങ്കാശി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു വ്യൂ കണ്ടിട്ട് വണ്ടി നിർത്തിയതാണ്. അവിടെ മലൻ്റെ താഴൊക്കെ മേഘം ഇറങ്ങി കിടക്കാൻ നോക്കണേ. മേഘങ്ങൾ ഇറങ്ങി കിടക്കുന്നു. നമ്മൾ ടെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു പമ്പ് ചോദിച്ചു. അപ്പോൾ അവിടെ അലോഡ് ഇല്ല എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അടുത്ത പമ്പിലേക്ക് പോയി നോക്കുകയാണ്. അലോഡ് ഇല്ല. ഇത് നല്ലൊരു ഓപ്ഷനാണ്. ആ കോൺക്രീറ്റിൻ്റെ അടിയിൽ ചാടിക്കളി വഴി കിട്ടി. തെങ്കാശി അടിപൊളി റൂട്ടാട്ടാ. ശങ്കരൻകോവിൽ നിന്ന് തെങ്കാശി വരുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ്. 2 മൈലുകളൊക്കെയാണ് നിൽക്കുന്നത്. അവിടെ മലമുകളിലൊക്കെ മേഘം ഇങ്ങനെ താഴേക്ക് ഇറങ്ങിക്കണ്, ഭൂമിയിലേക്ക് ഇറങ്ങി കിടക്കുകയാണ് മേഘം. അവിടെ കൈക്കോട്ട് കൈക്കോട്ടിട്ട് കോരി കാണാലോ മേഘത്തിന്. ആ മയില് തടുത്ത് ഈ റൂട്ടിലെ പ്രത്യേകത എന്താ പറഞ്ഞാൽ അതൊക്കെ ഫുൾ ഗ്രാമങ്ങളുടെയാണ് യാത്ര. അവിടെ ഒരു അടി ഇറക്കുന്നുണ്ടല്ലോ. ഞാൻ ഈ റൂട്ടിന്റെ പ്രത്യേകത ഇവിടെയൊക്കെ ഗ്രാമങ്ങളാന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ അടിയായി. അണ്ണനോട് ചോദിച്ചേക്കാൻ പോയി. അണ്ണനോട് ചോദിച്ചേക്കാം, അണ്ണ
അപ്പോൾ ടെൻ്റ് അടിക്കാൻ ഇടം കളയുമ്പോൾ ടെൻ്റ് അടിക്കടാ, ഞാൻ അടിക്കാൻ തന്നെ അടിച്ച് പണനൊക്കെ 2 കിട്ടും. ആ കാക്ക കൂടുണ്ടാക്കാൻ കൊണ്ടുപോകാനുള്ള നമ്മളുണ്ട വിട്ട് ചകിരി ഞങ്ങളെന്താ പറയുക, നമുക്ക് എവിടെയും ഞങ്ങൾ ടെൻ്റ് അടിക്കും. ഈ സ്ഥലത്താണ് ടെൻ്റ് അടിച്ചുകൊണ്ട് കിടക്കും. വിഷയം എന്താണെന്ന് പറഞ്ഞാൽ വണ്ടിയിലെ ചാർജർ കംപ്ലൈൻ്റ് ആയിരിക്കും. ഗോപ്ര ചാർജ് കഴിഞ്ഞിരിക്കണേ, 2 ഫോണും ചാർജ് കഴിഞ്ഞിരിക്കണേ, പവർ ബാങ്ക് ചാർജ് ഇല്ല, ഒന്നും ചാർജ് ഇല്ല. അപ്പോൾ അതാണ് വിഷയം. അത് ചെയ്യണമെങ്കിൽ പെട്രോൾ പമ്പ് തന്നെ ടെൻ്റ് അടിക്കേണ്ടി വരും. ആ ചാർജർ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്കൊരു വിഷയമില്ല, എവിടെയും ടെൻ്റ് അടിക്കാം. അപ്പോൾ അത് എന്നും എല്ലാവർക്കും പറയാതെ നമ്മൾ ടെൻ്റ് അടിക്കണ വീഡിയോ ഒന്നും കാണിക്കണില്ല എന്ന കമൻറ്റ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ ശങ്കരൻകോവിൽ തെങ്കാശി പോകണ വയൽ, ഏകദേശം തെങ്കാശി കഴിഞ്ഞ് ഇവിടെ 40 കിലോമീറ്ററോളം ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യാണ്. നമ്മൾ ടെൻ്റ് എടുക്കുന്ന സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ എന്ന് പറഞ്ഞത് ഇതാ, ഞാൻ കാണിച്ചു തരാം. അതിങ്ങനെ നോക്കി നിങ്ങൾക്ക് അതിൻ്റെ വൈബ് മനസ്സിലാവും, എല്ലാം സൂം ചെയ്ത് തരാം. ഇതാണ് നമ്മളെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഈ വ്യൂ തെങ്കാശി പോണ റൂട്ട് നല്ല അടിപൊളി റൂട്ടാണ്. അപ്പോൾ അതിൻ്റെ കിടിലം വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതാ ഒടുവിൽ നമ്മൾ ടെൻ്റ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. മഴത്ത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത്, ഓപ്പണായ സ്ഥലത്ത് ടെൻ്റ് അടിക്കണത്. അപ്പോൾ നമ്മൾ താഴെ പോയിട്ടിട്ടുണ്ട്, മുകളിൽ പോയിട്ടിട്ടുണ്ട്. ഇത് വെള്ളം എങ്ങനെ എത്രത്തോളം ഉള്ളിലേക്ക് വരാതിരിക്കും എന്നുള്ളതൊക്കെ, മുകളിൽ നിന്ന് എന്തായാലും വെള്ളം വരില്ല, പക്ഷേ താഴെ വീഴുന്ന വെള്ളം അടി കൂടെ ഒലിച്ചിട്ട് ടെൻറ്റിൻ്റെ അകത്തേക്ക് വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. താഴെ നമ്മൾ പായിട്ടിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ രാത്രി ഒരു അഗ്നി പരീക്ഷണമാണ്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. നല്ല അടിപൊളി സ്ഥലത്താണ് നമ്മൾ ഇന്ന് ടെൻ്റ് അടിക്കുന്നത് കേട്ടോ. അടിപൊളി, നല്ല സഹകരണം എല്ലാ കാര്യത്തിനും. ഇന്ന് നേരത്തെ നമ്മൾ ടെൻ്റ് അടിച്ച്, കാറ്റൊക്കെ ഉണ്ട്, വായൊക്കെ പൊക്കി എറിയാമെന്ന് അറിയില്ല. കാറ്റ് അതവിടെ കക്കേരിയൊക്കെ കടിച്ച് നിനക്ക് ഉറങ്ങാൻ കഴിക്കണ മാതിരി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ ഞങ്ങൾ 2 ആളിക്കോലം നോക്കുകയാണ്. നിങ്ങൾ ഡ്രസ്സൊക്കെ ഇവിടെ ഇട്ടുതന്നെ ഉള്ളൂ, ഇതൊന്നും ഉണങ്ങി കിട്ടുമെന്ന് തോന്നുന്നില്ല. ഡ്രസ്സൊക്കെ അലക്കാനേക്കണ്. അതെ. അപ്പോൾ ഈ ശങ്കരൻകോവിൽ തെങ്കാശി റൂട്ടാണല്ലോ, ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ്. അതിൻ്റെയൊക്കെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. അതുവരേക്കും നല്ല മഴ. ഞങ്ങളിപ്പോൾ ടെൻറ്റിൻ്റെ അകത്താണ്, രക്ഷയില്ല, പൊളി വൈബ്. ഇതുവരെ വെള്ളമൊന്നും ടെൻറ്റ് ആയിട്ടില്ല, ഇനി ആവുമോ എന്നുള്ളത് അറിയില്ല. രക്ഷയില്ല, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ഇട്ടാ. നമ്മളെ വീഡിയോ അവസാനിപ്പിച്ച് അതിൻ്റെ ശേഷം ഷൂട്ട് ചെയ്തതാണ്. ഇത് ആ വീഡിയോൻ്റെ ഇടയിലായിട്ട് ഇങ്ങോട്ട് കയറ്റി. നല്ല മഴ പെയ്ത്, ഇതുവരെ ടെൻറ്റിൽ പ്രശ്നങ്ങളൊന്നുമില്ല.